ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം, ശ്രീ ഗുരുവായൂരപ്പാശനം. ശ്രീഹരിയും ഒരു നിഴൽനാരായണിയും. ദശകം 68. ഗോപികളുടെ പരമാഹ്ലാദം. താമരക്കണ്ണനെ കണ്ടു താപം തീർന്നു ഗോപികൾക്കും പരമമാം ആനന്ദത്താൽ പരവശരായി അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെന്ന പോലെ അവിടുത്തെ മുന്നിൽ നിശ്ചേഷ്ടകളായി നിന്നു. അനന്തരം ഒരു ഗോപി ശങ്കാലേശവിഹീനയായി അനവദ്യ സുന്ദരമം നിൻ കൈ പിടിച്ചു. അത്യുന്നതമാകും തൻ്റെ തനങ്ങളിൽ വെച്ചാനവൾ അനോപമ രോമാഞ്ചത്താൽ അനങ്ങാതെയായി. സർവശക്ത മറ്റൊരുത്തി അത്യധിക മോദത്തോടെ സുന്ദരമം നിന്റെ കരം ഗ്രഹിച്ച ശേഷം മനോഹരമായ തൻ്റെ കണ്ഠത്തിങ്കൽ ചുറ്റിക്കെട്ടി മഹേശ്വര കണ്ഠത്തിലെ സർപ്പം പോലവേ കാമം കൊണ്ടു മോഹിതയം കാമിനിയാമൊരു ഗോപി നാണമില്ലാത്തവളായി നാരായണന്റെ വദനാരവിന്ദത്തിങ്കൽ ചവച്ചതം താമ്പൂലത്തെ വിടർന്നതൻ വായിലാക്കി സാഫല്യം നേടി. കോപം കൊണ്ടു കലങ്ങിയ കണ്ണുമായി ഒരുവളോ കോമളരൂപനാം നിന്നെ തുറിച്ചു നോക്കി. കോപിച്ചാലും സ്നേഹിച്ചാലും കണ്ണനെല്ലാം ഒരുപോലെ കാമിനിമാർ അറിയുന്നു ഭഗവത് തത്വം. കരകവിഞ്ഞൊരു മോദമുള്ള ഗോപികമാർക്കൊപ്പം കാളിന്തി തൻ തീരത്തെത്തി കാർമേഘവർണ്ണൻ കുചകുങ്കുമമ്പൂരണ്ടു അഴകേറും ഉത്തരിയും കൊണ്ടു തീർത്തു കണ്ണനായി സുന്ദരമഞ്ചം. ദയാലുക്കൾ പലവിധം ഗോപികമാർ ചൊല്ലിയേവം സകല ജനങ്ങളിലും ദയയുള്ളവർ ആശ്രയിച്ചവരിൽ മാത്രം ദയയുള്ളോർ മറ്റു ചിലർ ആരോടും ദയ കാട്ടാതെ മറ്റു ചിലരും. മുഗ്ധകളെ കേൾക്കൂ നിങ്ങൾ കണ്ണൻ ചൊല്ലി അനന്തരം മുകുന്ദൻ ദയനല്ല സംശയം വേണ്ട. മനതാരിൽ നിങ്ങൾക്കെന്നും ഭക്തിഭാവം നിലനിൽക്കാൻ മായയാൽ മറഞ്ഞു ഞാൻ എന്നറിക നിങ്ങൾ. പ്രാണപ്രയസികളാകും നിങ്ങളെല്ലാം കേട്ടിടുക ഇഷ്ടജനം വേറെയില്ല നിങ്ങളെ പോലെ. ഇഷ്ടം പോലെ എന്നോടൊത്തു രസിക്കുക ഗോപിമാരെ. ഇഷ്ടദേവൻ വാസുദേവൻ മെല്ലെ മൊഴിഞ്ഞു. അവിടുത്തെ വാക്കു കേട്ടു അമ്പാടി നാരിമാർക്കുള്ളിൽ അത്യന്തമാനന്ദവും നുരഞ്ഞു പൊങ്ങി. രാസക്രീഡാകാമിയായി വിലസുന്ന മാരുദേശ രക്ഷിക്കണേ രോഗമുക്തി നൽകിയിടണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.